2023 നമ്മൾ കാത്തിരുന്ന ഒരുപാട് ബൈക്കുകൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത നല്ല മോഡൽസുകളൊക്കെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് 2024 ആണ്. 2024 ഇനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് ബൈക്കുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഓൾറെഡി ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ള ബൈക്കുകളെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് സുസുക്കിയുടെ V-Strom 800 ആണ്. സുസുക്കിയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ട് വരാൻ പോകുന്നൊരു മോട്ടോർസൈക്കിളാണ് V-Strom 800. സുസുക്കി ഗ്ലോബലി ഈ ഒരു ബൈക്കിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. USA ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ ആണെങ്കിലും ഇതൊരു പക്ക ഒരു ADV അല്ല, ഒരു അഡ്വഞ്ചർ ടൂറർ ടൈപ്പിലുള്ളൊരു മോട്ടോർസൈക്കിളാണ്. ടൂറിങ്ങിനാണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്. എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 776cc പാരലൽ ടിൻ സിലിണ്ടർ മോട്ടോർ എഞ്ചിനാണ്. 83 bhp പവറും 78 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലുള്ള സുസുക്കിയുടെ V-Strom SF250ൻ്റെ ഒരു വലിയൊരു ബിഗ്ഗർ മോഡലാണ് ഒരു 800 V-Strom. എന്തായാലും ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. ഡേറ്റ് ഒന്നും വന്നില്ല. 2024 തന്നെ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ബൈക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 11 ലക്ഷമാണ്. രണ്ടാമത്തെ ബൈക്ക് നമ്മുടെ KTMൻ്റെ ഡ്യൂക്ക് 125 ആണ്. KTM തന്നെ ഇന്ത്യയിൽ ഏറ്റവും CC കുറഞ്ഞൊരു കുഞ്ഞൻ ബൈക്കാണ് നമ്മുടെ ഡ്യൂക്ക് 125. നിലവിൽ ഡ്യൂക്ക് 125ൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു ബൈക്കിന് സെയിൽസ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഏറ്റവും സെയിൽ കുറഞ്ഞൊരു 125cc മോഡലും കൂടിയാണ്. അതിനുള്ള പ്രധാന കാരണം ഒന്ന് അപ്ഡേറ്റ് ഇല്ലായ്മയാണ്. രണ്ടാമത്തെ കാര്യം ഈ ഒരു ബൈക്കിന് പ്രൈസാണ്. 2 ലക്ഷത്തിന് മുകളിലാണ് ഡ്യൂക്ക് 125ൻ്റെ പ്രൈസ് വരുന്നത്. എന്നാൽ 2024 വേർഷൻ KTMൻ്റെ ഡ്യൂക്ക് 125ൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് പുതിയ ഡ്യൂക്ക് 125 വരാൻ പോകുന്നത്. എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ചേസസിൻ്റെ ഭാഗത്തുനിന്നും ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. ഏകദേശം നമ്മളെ KTMൻ്റെ ഡ്യൂക്ക് 399ൻ്റെ ഡിസൈൻ ടൈപ്പിൽ തന്നെയായിരിക്കും ഈ ഒരു ബൈക്ക് വരാൻ പോകുന്നത്. എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 124cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 14.7 bs ഓഫ് പവറും 12 Nm ഓഫ് ടോർക്കാണ്. ഫ്രണ്ടിൽ WP Apex 43യുടെ UST ഫോർക്കാണ്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട്. 2024 ജനുവരി തന്നെ ഒരു പക്ഷേ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് 1,80,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. മൂന്നാമത്തെ ബൈക്ക് നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബോബർ ക്ലാസിക് മോട്ടോർസൈക്കിളാണ്. ഈ ഒരു ബൈക്കിന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിങ്ങിൽ. എൻഫീൽഡിൻ്റെ 350cc കാറ്റഗറിയിലെ ഫസ്റ്റ് ബോബർ മോട്ടോർസൈക്കിളായിരിക്കും ഇത്. നമ്മളെ മെറ്റീരിയലും പിന്നെ ക്ലാസിക് 350 ഉപയോഗിച്ചുള്ള അതേ ഒരു 350cc എഞ്ചിനായിരിക്കും ഈ ഒരു ബൈക്കിന് യൂസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് വരുന്ന മാറ്റം ഡിസൈൻ തന്നെയാണ്. നമ്മുടെ ജാവ 42 ബോബറൊക്കെ പോലത്തുള്ള ഒരു ബോബർ ടൈപ്പിലുള്ള ഒരു മോട്ടോർസൈക്കിളാണിത്. ഈ ഒരു ബൈക്കിൻ്റെ കറക്റ്റ് ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ വന്നില്ല. എന്തായാലും ബോബർ ടൈപ്പിലുള്ള ഒരു 350cc കാറ്റഗറി ബൈക്ക് എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. എന്തായാലും 2024 തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് കൺഫേം ആയിട്ടുള്ളത്. നാലാമത്തെ മോഡൽ സുസുക്കിയുടെ ഒരു സ്കൂട്ടറാണ്. സുസുക്കിയുടെ ബർഗ്മാൻ്റെ ഒരു സ്ട്രീറ്റ് ഇലക്ട്രിക് മോഡലാണ്. ഈ ഒരു EV സ്കൂട്ടറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബർഗ്മാൻ എന്ന് പറയുന്നത് സുസുക്കിയുടെ തന്നെ നല്ലൊരു ടോപ്പ് സെല്ലിംഗിലൊരു സ്കൂട്ടറാണ്. ആ ഒരു മോഡലിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു ബർഗ്മാൻ സ്ട്രീറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് എക്സ് ഷോറൂം പ്രൈസ് 1,15,000 തൊട്ട് 1,20,000 വരെയാണ്. ഒരുപക്ഷെ 2024 ഫെബ്രുവരി ടു മാർച്ചിൽ ഈ ഒരു സ്കൂട്ടർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തേക്കാം. അഞ്ചാമത്തെ ബൈക്ക് കവാസാക്കിയുടെ ZXR 6R ആണ്. കവാസാക്കിയുടെ മിഡിൽ വെയിറ്റ് ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർസൈക്കിളാണ് നമ്മുടെ ZXR 6R. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 636cc ഇൻലൈൻ 4 സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 128 bhp പവർ വരുന്നുണ്ട്. 78 Nm ഓഫ് ടോർക്കാണ്. ഫ്രണ്ടിലൊരു ടിൻ പോഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഫുള്ളി ഫെയർ ആയിട്ടുള്ളൊരു മസ്കുലർ ടൈപ്പിലൊരു ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. പിന്നെ സ്പ്ലിറ്റ് സീറ്റിലാണ് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു ഫുള്ളി LED സെറ്റപ്പിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൽ കിക്ക് ഷിഫ്റ്റർ ഉണ്ട്, റൈഡിംഗ് മോഡ്, പവർ മോഡൊക്കെ ഉണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് 11,50,000 രൂപയാണ്. ശരിക്കും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മോട്ടോർസൈക്കിൾ തന്നെയാണ്. 2024 ഫെബ്രുവരി ടു മാർച്ചിൽ ഒരു പക്ഷേ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തേക്കാം. ആറാമത്തെ മോഡലും നമ്മളെ കവാസാക്കിയുടെ തന്നെയാണ്. കവാസാക്കിയുടെ എലിമിനേറ്റർ 400 ആണ്. കഴിഞ്ഞ ഡിസംബറിൽ ലോഞ്ച് എക്സ്പെക്ട് ചെയ്ത മോഡലാണ് ഈ ഒരു എലിമിനേറ്റർ 400. ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ചൊക്കെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. നിലവിൽ ജപ്പാനിലുള്ള മോഡലാണ് ഒരു എലിമിനേറ്റർ 400. ജപ്പാനിലെ 400 മാത്രമല്ല 450cc മോഡലും കൂടിയുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 400ലാണ് വരാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എടുത്തു വരേണ്ട ഒരു കാര്യം എഞ്ചിൻ തന്നെയാണ്. നമ്മൾ നിഞ്ച 400 ഉപയോഗിച്ചുള്ള അതേ എഞ്ചിൻ തന്നെയാണ് കവാസാക്കി എലിമിനേറ്റർ 400ലും വരാൻ പോകുന്നത്. ഇതൊരു റെട്രോ ക്രൂസർ ടൈപ്പിലുള്ള ഒരു മോട്ടോർസൈക്കിളും കൂടിയാണ്. ഒരു 398cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 47 bhp പവറും 36 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. 400cc തന്നെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു പ്രൈസിംഗ് ഒരു ബൈക്കും കൂടിയാണ് എലിമിനേറ്റർ 400. ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് ഒരു 6 ലക്ഷം രൂപയാണ്. 2024 ഫെബ്രുവരി ടു മാർച്ചിൽ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഏഴാമത്തെ ബൈക്ക് ഹസ്കോർണയുടെ സോൾട്ട് പിലൻ 401 ആണ്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ മോഡൽ വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ 250cc മോഡലൊക്കെ ഉണ്ട്.
അതിൻ്റെ ഒരു ബിഗർ CC മോഡലാണ് ഈ ഒരു സ്പോർട്ട്പിലിൻ്റെ ഒരു 401. നിലവിൽ നമ്മളെ KTMൻ്റെ അണ്ടറിൽ വരുന്നൊരു മോട്ടോർ ബ്രാൻഡാണ് ഹസ്ക്വർണ എന്ന് പറയുന്നത്. KTMൻ്റെ ബൈക്കിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഈ ഹസ്ക്വർണയുടെ മോഡലിനൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു ബൈക്കിനും അതേപടി കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ KTMൻ്റെ ഡ്യൂക്ക് 399 കണ്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ നിലവിലെ KTMൻ്റെ 399 CC എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിനും അവർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ KTMൻ്റെ ഡ്യൂക്ക് 399 വാങ്ങുന്നതിനെക്കാട്ടി കുറച്ച് വിലക്കുറവിൽ ഈ ഒരു ബൈക്ക് വാങ്ങാൻ പറ്റും. ഇതൊരു റെട്രോ ക്ലാസിക് ടൈപ്പിലുള്ള ഒരു മോട്ടോർസൈക്കിളാണ്. അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ തരുന്ന മോഡലും കൂടിയാണ്. പല സ്ഥലങ്ങളിലും ഈ ഒരു ബൈക്കിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം. ഇപ്പോഴത്തെ ഡ്യൂക്ക് 390 കണ്ടിട്ടില്ല, അതൊരു 399 CC സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. 46 bhp പവറും 39 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഡ്യൂക്ക് 399ൻ്റെ സെയിം എഞ്ചിൻ ആണെങ്കിലും കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ടാണ് ഈ ഒരു ബൈക്ക് വരാൻ പോകുന്നത്. പ്രൈസ് കുറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് കട്ടിങ് ഉണ്ടാവും. 2,80,000 രൂപയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. അടുത്ത ബൈക്ക് നമ്മളെ KTMൻ്റെ മോഡലാണ്. KTMൻ്റെ അഡ്വഞ്ചർ 390ൻ്റെ ഒരു പുതിയ മോഡലാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് പുതിയ അഡ്വഞ്ചർ 390 വരാൻ പോകുന്നത്. എൻഫീൽഡിൻ്റെ ഹിമാലയം വന്നതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ഹിമാലയനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് പുതിയ പ്ലാനോട് കൂടി KTM വരാൻ പോകുന്നത്. മെയിനായിട്ട് വരാൻ പോകുന്ന മാറ്റം ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഡിസൈൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ പണ്ടത്തെ അഡ്വഞ്ചർ 390 പോലെയല്ല, ഫുള്ളി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇതൊരു റാലി ടൈപ്പിലുള്ള ഒരു മോട്ടോർസൈക്കിളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഹാർഡ് കോർ ഓഫ് റോഡറാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടൈൽ സെക്ഷനും ഫെയറിങ്ങും സൈഡ് വ്യൂ ഒക്കെ ഫുള്ളി ചേഞ്ച്ഡ് ആണ്. നമ്മുടെ ഡ്യൂക്ക് സീരീസിൽ കണ്ടിട്ടുള്ള അതേ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റും കൂടിയാണ് ഈ ഒരു ബൈക്കിനും വരുന്നത്. ഇപ്പോഴത്തെ KTMൻ്റെ ഡ്യൂക്ക് 399 കണ്ടിട്ടുള്ള അതേ ഒരു എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ്റെ പവർ കേസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. ട്യൂണിങ്ങിലാണ് ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. പിന്നെ വന്ന മാറ്റം സസ്പെൻഷനിലാണ്. ഫ്രണ്ടിലെ സസ്പെൻഷനും ബാക്കിലെ സസ്പെൻഷനും ഫുള്ളി ചേഞ്ച്ഡ് ആണ്. കുറച്ചും കൂടി ട്രാവൽ കൂടിയുള്ളൊരു ഷോക്കാണ്. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ചിലാണ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. 2024 വരാൻ സാധ്യത കുറച്ച് കുറവാണ്. ഒരു പക്ഷേ 2025 ലോഞ്ച് നീട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. 9ാമത്തെ ബൈക്ക് നമ്മളെ ബജാജിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന ഒരു പൾസറിൻ്റെ അപ്ഡേറ്റ് ആണ്. അതായത് ബജാജിൻ്റെ ഒരു ബിഗർ CC പൾസർ ഇനി വരാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഏത് മോഡലാണെന്നുള്ള കാര്യം ഇപ്പം ഇതുവരെയായിട്ടും അവർ പുറത്തുവിട്ടില്ല. ബജാജിൻ്റെ CEO പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ കൊടുക്കാം. We have plans to launch the biggest Pulsar ever. We think we have a fantastic product to offer them. And we want to do it within this financial year. Total of 7, 6 plus the big one. നമ്മൾ മുമ്പ് ഒരു 3-4 വർഷം മുമ്പേ കേട്ടിട്ടുണ്ടാവും ബജാജിൻ്റെ RS 400 വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ 2024 ബജാജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബിഗർ പൾസർ വരാൻ പോകുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് ബജാജിൻ്റെ CEO തന്നെ പറഞ്ഞതാണ്. ഒരു പക്ഷേ ബജാജിൻ്റെ പൾസറിൻ്റെ ഒരു RS 400 ആയിരിക്കാം, അല്ലെങ്കിൽ NS 400 ആയിരിക്കാം. എന്തായാലും അടുത്ത് തന്നെ 2024 മാർച്ച് തന്നെ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബജാജിൻ്റെ NS 400നും RS 400നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്രയും ബൈക്കുകളാണ് 2024 വരാൻ പോകുന്നത്. ഇനിയും ഒരുപാട് ബൈക്കുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും അതൊന്ന് കാണുക. അതിൽ ഒരുപാട് ബൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു മുകളിൽ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം.